നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രിയനായവനിൽ ദത്തെടുത്ത പിതാവായ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് പിതാവിന് സുഗ്രാഹ്യമായ യാഗമായിട്ട് അർപ്പിച്ച ദൈവപുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ ഏവർക്കും അറിയിക്കും. ഒരുമിച്ചുള്ള കൂട്ടായ്മയ്ക്കായി വീണ്ടും കർത്താവിന് സ്തോത്രം അർപ്പിക്കുകയാണ്. നമ്മുടെ ഇടയിൽ ചിലരൊക്കെ രോഗികളായി ഭാരപ്പെടുന്നുണ്ട്. കർത്താവ് അവരെ സൗഖ്യമാക്കട്ടെ, പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും ഒക്കെ നൽകട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ യെരൂശലേം എന്ന വിഷയമാണല്ലോ. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങൾ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ The book of Revelation is known as the book of the Lamb. It's also known as the book of consummations. കുഞ്ഞാടിന്റെ പുസ്തകം എന്ന് നാം ഇതിനെ കാണുന്നു. അതുപോലെ തന്നെ സകല സമ്പൂർത്തികളുടെയും പുസ്തകമെന്നും ഇതിനെ വിളിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം മുതലോ ഉൽപ്പത്തി പുസ്തകത്തിനു മുമ്പ്, ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് മുമ്പും തുടങ്ങിയ പലതിനും പൂർണ്ണത, അവസാനം അഥവാ തികവ് കൈവരുന്നത് ഈ പുസ്തകത്തിലാണ്. അതുകൊണ്ടാണ് ഇതിനെ സമ്പൂർത്തികളുടെ പുസ്തകം എന്ന് വിളിക്കുന്നത്. ബുക്ക് ഓഫ് കൺസ്യൂമേഷൻസ്. പാപം ഒരിടത്ത് തുടങ്ങി അതിൻ്റെ അവസാനം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. മരണം ഇവിടെ അതിൻ്റെ അവസാനം, സാത്താൻ ഇവിടെ അതിൻ്റെ അവസാനം എന്ന് തുടങ്ങി ഉള്ളവയുടെയൊക്കെ പൂർത്തീകരണം, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി, വീണ്ടെടുപ്പിൻ്റെ പദ്ധതി, ഇങ്ങനെയുള്ള സകലത്തിൻ്റെയും പൂർത്തീകരണം, ക്ലൈമാക്സസ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ബുക്ക് ഓഫ് കൺസ്യൂമേഷൻസ് എന്ന് വിളിക്കുന്നത്. പൂർത്തീകരണങ്ങളുടെ പുസ്തകം. സ്തോത്രം. അങ്ങനെ നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പൂർത്തീകരണത്തിൻ്റെ പുസ്തകമാണ്. സ്തോത്രം. അധ്യായങ്ങളാണ്. ആ പുസ്തകത്തിലെ തന്നെ അവസാന അധ്യായങ്ങൾ നമ്മളിപ്പോൾ ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുകയാണല്ലോ. നമ്മൾ സാധാരണ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്തോത്രകാഴ്ചയ്ക്ക് പാടാറുള്ള പാട്ട് അല്ലേ, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണോ ആ പാട്ട് സ്തോത്രകാഴ്ചയ്ക്ക് പാടുന്നതെന്ന്. കഴിഞ്ഞൊരു ദിവസം ഒരാൾ അതിനെക്കുറിച്ചൊരു സ്തോത്രകാഴ്ച സമയത്ത് പറയുന്നത് കേട്ടു. അദ്ദേഹത്തോട് മറ്റൊരു ദൈവദാസൻ പറഞ്ഞതായിട്ട്, സ്തോത്രകാഴ്ചയ്ക്ക് ഈ പാട്ട് പാടുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പം, ഇത് പാടിയാലേ സ്തോത്രകാഴ്ചയ്ക്കകത്ത് വല്ലതും വീഴത്തുള്ളൂ, പ്രതിഫലം തന്നിടുവാൻ. അപ്പൊ പ്രതിഫലത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്തോത്രകാഴ്ച അങ്ങ് ഇടും എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടു. നാം അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസയാണ് ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും പറയാറുള്ളത്. കാലവും കഴിയുന്ന ഒരു കാലം, കാലം ഇല്ലാത്ത ഒരു കാലം. സ്തോത്രം. കാലമെല്ലാം കഴിയുന്ന, കാൺമതെല്ലാം അഴിയുന്ന, നിത്യതയ്ക്കുള്ളിലേക്ക് നമ്മൾ മറയുന്ന
ഇനി ഒരിക്കലും സമയത്തിലേക്ക്, പാപത്തിലേക്ക് ഒന്നും തിരിച്ചു വരാതെ വണ്ണം ദൈവത്തോടൊപ്പമുള്ള നിത്യതയിൽ മറയുന്ന ഒരു പൂർണ്ണതയുടെ അനുഭവമാണ് ഈ അധ്യായങ്ങളിൽ നാം കാണുന്നത്. പാപത്താൽ അഴുക്കായിത്തീർന്ന, പങ്കിലമാക്കപ്പെട്ട, ശാപഗ്രസ്തമാക്കപ്പെട്ട എല്ലാറ്റിനെയും കർത്താവ് മാറ്റുന്നു. നാം റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പലയാവർത്തി വായിച്ചിട്ടുള്ളതുപോലെ സകല സൃഷ്ടികളും ഈറ്റുനോവോടെ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവപുത്രന്മാരുടെ തേജസ്സായ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന്. അത് നമ്മൾ കണ്ടു. അതിൻ്റെ തുടക്കം 1000 ആണ്ട് വാഴ്ചയിലാണ്. ഒരു റിവേഴ്സ് ഗിയറിൽ പോകുന്ന കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. സ്തോത്രം. അപ്പോൾ അങ്ങനെ ആ 1000 ആണ്ട് വാഴ്ചയിൽ ഏദനിലെ അനുഭവത്തിലേക്ക് സൃഷ്ടിയെ തിരികെ കൊണ്ടുപോവുകയാണ് കർത്താവ്. എന്നിട്ട് ആ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം, ഗോഗുമാഗോഗ് യുദ്ധത്തിനും ശേഷം, വലിയ വെള്ളസിംഹാസന ന്യായവിധിയോടുകൂടെ ഇവയ്ക്ക് മുഴുവനും പൂർണ്ണമായും അഴിവ് വരുത്തിയിട്ട് ഒരിക്കലും ഇനി അഴുകാത്തതിനെ കർത്താവ് സ്ഥാപിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഈ പഴയ, അല്ലെങ്കിൽ ഇന്നുള്ള ആകാശവും ഭൂമിയും ഒക്കെ, ഇന്നുള്ള ആകാശവും ഭൂമിയും എല്ലാം മാറിപ്പോകുന്നത് ആ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളുടെ പൂർത്തീകരണമാണ്. ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് സകല സൃഷ്ടിക്കും മോചനം ലഭിക്കുന്നു പുതുവാന ഭൂമികളുടെ സ്ഥാപനത്തോടുകൂടെ. By establishing the new heavens and the new earth. Romans 8 verses from 18 to 23, coming to its consummation, their consummation. The entire creation will be freed from the bondage to futility and decay that begins by the millennium and consummates by the erection of new heavens and the new earth. 1000 ആണ്ട് വാഴ്ചയോടുകൂടെ ഈ ദ്രവത്വത്തിൽ നിന്നുള്ള മോചനം തുടങ്ങുമെങ്കിലും അത് പൂർത്തിയാകുന്നത് പുതുവാന ഭൂമികളുടെ സ്ഥാപനത്തിലൂടെയാണ്. സ്തോത്രം. അവിടെ കൺസ്യൂമേഷൻ, അവിടെ അതിൻ്റെ പൂർണ്ണത സംഭവിക്കുന്നു. പിന്നീടാണ് നാം ഇന്നലെ കണ്ടത് പുതിയ യെരൂശലേമിനെ കുറിച്ച്. വളരെ ശക്തമായ അഭിപ്രായങ്ങളാണ് ഇത് അക്ഷരീയമല്ല എന്നുള്ളതിനെ കുറിച്ച്. എന്നാൽ കൃത്യമായ അളവും കൃത്യമായ അടിസ്ഥാനങ്ങളും അത് പണിയപ്പെട്ടിരിക്കുന്ന സാമഗ്രികളും എല്ലാം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കതിനെ അക്ഷരീയമായ ഒരു നഗരമായിട്ട് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ തന്നെ പലരും അതിനെ ആത്മീയവൽക്കരിക്കുകയാണ്, സ്പിരിച്വലൈസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ 21:9 കുഞ്ഞാടിൻ്റെ കാന്തയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ പട്ടണത്തെ കാണിക്കുമ്പോൾ ദൈവസഭയുടെ ഒരു പ്രതീകം മാത്രമാണ്, ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണെന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ നമുക്കതിനേക്കാൾ അത് അക്ഷരീയമായ ഒന്നാണെന്ന് ചിന്തിക്കുന്നതിനാണ് കൂടുതൽ പ്രസക്തിയും കൂടുതൽ തെളിവുകളും ഉള്ളത്. അതുകൊണ്ട് നാം അതിലേക്ക് പോവുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിടത്തോളം എന്തെങ്കിലും സംശയങ്ങൾ ബാക്കി ഉണ്ടായിരുന്നുവോ? ഇന്നലെ നമ്മൾ പെട്ടെന്ന് നിർത്തുകയായിരുന്നുവല്ലോ.
ഒന്നുമില്ലെന്ന് കരുതട്ടെ. നമുക്ക് വീണ്ടും വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലേക്ക് പോകാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21 അധ്യായം. 21 22 അധ്യായങ്ങളാണ് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നിത്യതയെക്കുറിച്ചാണ് അത് പറയുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് അല്പമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. കൂടുതൽ വിവരിക്കുവാൻ നമ്മുടെ കയ്യിൽ നിന്നൊന്ന് വിട്ട് വിവരിക്കുവാനായിട്ട് സാധ്യമല്ല. ഒരു ചെറിയ എ ഗ്ലിംസ് ഓഫ് ഇറ്റേണിറ്റി, only a glimpse is available, because as we already learned, we are unable to comprehend eternity in its fullness, and therefore God has limitedly revealed it, that we may believe that there is an eternity. നിത്യത ഉണ്ടെന്ന് വിശ്വസിക്കത്തക്കതുപോലെ അത്യാവശ്യമായ ചെറിയ സൂചനകൾ മാത്രമേ നമുക്ക് നിത്യതയെക്കുറിച്ചുള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ നാം. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പല ചോദ്യങ്ങളും ചോദ്യങ്ങളായി തന്നെ അവശേഷിക്കും. എല്ലാ ചോദ്യങ്ങൾക്കും ബൈബിളിൽ മറുപടി ഉണ്ടെന്നൊക്കെ നമ്മൾ സാധാരണ പ്രസംഗിക്കുന്നത് തെറ്റാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഒന്നും മറുപടി ബൈബിളിൽ ഇല്ല. ജീവിതഗന്ധിയായ നമ്മുടെ പല ചോദ്യങ്ങൾക്കും, പ്രത്യേകിച്ച് രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അതിനൊക്കെ നമുക്ക് മറുപടി ഉണ്ട്. ഇപ്പൊ ഈ വെളിപ്പാട് ഈ 2 അധ്യായങ്ങളിൽ തന്നെ നമുക്ക് പല ചോദ്യങ്ങൾ ഉണ്ടാകും. ആ പല ചോദ്യങ്ങൾക്കും നമുക്ക് മറുപടിയില്ല. അത് നമുക്ക് നിത്യതയിൽ എത്തുമ്പോൾ അറിയാം എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. സ്തോത്രം. കാരണം അത്രയും നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, ആവർത്തന പുസ്തകം 29:29 മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിനുള്ള. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളത്. വെളിപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെട്ടിരിക്കുന്നവയോ നമുക്കും നമ്മുടെ സന്തതിക്കും തലമുറയായിട്ടുള്ളതാണ്. സ്തോത്രം. So the Deuteronomy, Deuteronomy 29:29, it says the things that are hidden in the sense hidden from human comprehension, hidden from human understanding, hidden from human brain, they belong to our Lord God. Everything pertaining to God is not revealed to us. They are not comprehensible for human mind. They belong to God. We don't need to inquire. മറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ യുക്തിക്ക് മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. എത്ര പഠിച്ചാലും നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ ദൈവിക വിഷയങ്ങളിലുണ്ട്. കാരണം ദൈവം മനുഷ്യന്റെ മനസ്സിന് അതീതനായിട്ടുള്ളവനാണ്. ദൈവം നമ്മുടെ ബുദ്ധിക്ക് അതീതനായിട്ടുള്ളവനാണ്. നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റും, നമുക്ക് ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കുവാനും പറ്റും. പക്ഷെ അതിനെല്ലാം ഒരു പരിധി ഉണ്ടെന്നും അർത്ഥം. അതാണ് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അത് നമ്മുടെ ദൈവത്തിനുള്ളതാ. അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയാത്തത് കൊണ്ട് ദൈവം അത് ദൈവത്തിൽ തന്നെ മറച്ചു വെച്ചിരിക്കുന്നു. നമുക്ക് ഉള്ള കപ്പാസിറ്റി, നമ്മുടെ കഴിവ് അത്രേ ഉള്ളൂ എന്നതുകൊണ്ട്. സ്തോത്രം.
എന്തുകൊണ്ടാണ് ഈ പുതിയ യെരൂശലേമിനെ മണവാട്ടി എന്ന് വിളിച്ചിരിക്കുന്നത്? അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. It's an analogical usage, calling this particular city a bride. That means that is the very city God prepared for his bride. And therefore it is a representational usage. ദൈവം ആദിമുതലേ തൻ്റെ മണവാട്ടിയായ സഭയോടൊത്ത് നിത്യത ചെലവഴിക്കുവാൻ പണിത നഗരമായതുകൊണ്ട് അതിനെ മണവാട്ടി എന്ന് വിളിച്ചിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടുതൽ അംശങ്ങളിലേക്ക് നമുക്ക് 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ചിന്തിക്കാം. ഒരു ചോദ്യം അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ അത്രയും ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പുതിയ യെരൂശലേമിനെ കുറിച്ചാണ്. സ്തോത്രം. ഈ പുതിയ യെരൂശലേം, ദിസ് ന്യൂ ജെറൂസലേം ഈസ് addressed in the Bible with different names. We will just see them first. ഇവിടെ തന്നെ ഈ വെളിപ്പാട് is fine. ഈ വെളിപ്പാട് 21-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ അതിനെ കാണുന്നത് ഒന്ന് പുതിയ യെരൂശലേം അല്ലെ. 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. വേഴ്സ് നമ്പർ 2. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. അവിടെ തന്നെ നമുക്ക് 2 പേരുകൾ കിട്ടി. പുതിയ യെരൂശലേം, ന്യൂ ജെറൂസലേം. Then it is also called the holy city, വിശുദ്ധ നഗരം. So now we are just looking different names or phrases used for this new Jerusalem. അപ്പം പുതിയ യെരൂശലേം എന്നുണ്ട്, അതുപോലെ തന്നെ വിശുദ്ധ നഗരം എന്നുണ്ട്. അടുത്തത് ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. A city coming from the heaven, coming down or descending from heaven. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന നഗരം. A city that comes down from the presence of God. ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന നഗരം. സ്തോത്രം. A beautiful city. സുന്ദര നഗരം. അവിടെ നമ്മൾ കണ്ടല്ലോ, ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ. സ്തോത്രം. മണവാട്ടിയെ പോലെ. So beautiful, fabulous. സുന്ദരമായ നഗരം, മനോഹരമായ നഗരം. ഭൂമിയിലുള്ള യെരൂശലേമിനെ പോലും ബൈബിൾ വിളിക്കുന്നത് മനോഹര ദേശമെന്നാണ്. ഭൂമിയിലുള്ള ഇസ്രായേൽ രാഷ്ട്രത്തെ തന്നെ വേദപുസ്തകം ആവർത്തിച്ച് പലയിടത്തും പറയുന്നത് മനോഹര ദേശം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇത് എത്ര അധികം ആയിരിക്കും. സ്തോത്രം. എത്ര അധികമായിരിക്കും. അപ്പോൾ ഈ ഓരോ പേരുകളും ഓരോ കാര്യങ്ങളെ വിശദമാക്കുന്നുണ്ട്. ആദ്യം നമുക്കതങ്ങ് പറഞ്ഞു പോകാം. എന്നിട്ട് അടുത്തതോ, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. There we can see it is the tabernacle of God. ദൈവത്തിന്റെ കൂടാരമെന്നും നമുക്കിതിനെ
വിളിക്കാം ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ? ദ ടാബർനാക്കിൾ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ കൂടാരം. ടാബർനാക്കിളിന്റെ അർത്ഥം, കൂടാരത്തിന്റെ അർത്ഥം നമുക്കറിയാം. യഥാർത്ഥ പേര് സമാഗമന കൂടാരമെന്ന, എന്ന് വെച്ചാൽ ദൈവവും മനുഷ്യനും കൂടെ സന്ധിക്കുന്ന ഇടം, സമാഗമന കൂടാരം. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവവും മനുഷ്യനും കൂടെ ഒരുമിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ദൈവത്തിന്റെ കൂടാരം എന്ന് വിളിക്കുന്നു. സ്തോത്രം. അങ്ങനെ താഴോട്ട് വരുമ്പോൾ വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദ സിറ്റി ഓഫ് ഗാഡ്, ദൈവത്തിന്റെ നഗരം എന്ന, ദൈവത്തിന്റെ നഗരം, സിറ്റി ഓഫ് ഗാഡ്. ഇനിയും 21-ാം അധ്യായം നമുക്ക് താഴോട്ട് വരുമ്പോൾ പഠിക്കാൻ പറ്റും. അവിടെ നമ്മൾ കാണുന്നത് ഇറ്റ്സ് എ 4 സ്ക്വയർ സിറ്റി, ഒരു സമചതുരമായിട്ടുള്ള ഒരു പട്ടണം. സമചതുരമായ ഒരു പട്ടണം. ഹെവൻലി ജെറൂസലേം, സ്വർഗീയ യെരൂശലേം. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. ഗലേഷ്യൻസ് 4:26. മീതെയുള്ള യെരൂശലേമു സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. സ്തോത്രം. മീതെ ഉള്ള യെരൂശലേം. സ്തോത്രം. മീതെയുള്ള യെരൂശലേം. അതുപോലെ തന്നെ ഇബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുണ്ട്. Hebrews 12:22-24. There also we see a heavenly Jerusalem, സ്വർഗീയ യെരൂശലേം, സ്വർഗീയ യെരൂശലേം. ഹീബ്രൂസ് 11:10, 11:10. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരം. സ്തോത്രം. ദൈവ ശില്പിയായ, ദൈവത്തിന്റെ ശില്പം, ദൈവം ശില്പിയായി പണിത നഗരം, അടിസ്ഥാനങ്ങളുള്ള നഗരം. അപ്പം ഇതെല്ലാം ദിസ് ഈസ് എ സെലസ്റ്റിയൽ, എ ഹെവൻലി ജെറൂസലേം, സ്വർഗീയമായ യെരൂശലേം എന്ന് നമുക്ക് ഇവിടെയെല്ലാം നിന്ന് ഇതിനെ വിളിക്കാനായിട്ട് പറ്റും. സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ള വിവിധമായ പേരുകളുണ്ട്. ആക്ച്വലി ദിസ് ഈസ് ദ ലിറ്ററൽ ഹെവൻ where God and God's saints will live together forever and ever. സ്തോത്രം. നമ്മളെ ആദ്യം സ്വർഗത്തിലേക്കൊന്ന് കൊണ്ടുപോകും, എന്നിട്ട് സ്വർഗവുമായിട്ട് നമ്മളെ ഇങ്ങ് തിരിച്ച് കൊണ്ടുവരും. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇത് ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് ഇങ്ങനെ പുതിയ ആകാശം, പുതിയ ഭൂമിയിലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഹാങ്ങിങ് സിറ്റി ആയിട്ട് ചിലരൊക്കെ കാണുന്നുണ്ട്. ചിലരിതിനെ യേശുക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിലും ഇതിങ്ങനെ ആകാശത്ത് നിന്ന് തൂങ്ങിക്കിടക്കുമെന്ന് ചിന്തിക്കുന്നവരാ. യേശുക്രിസ്തു ഭൂമിയിൽ 1000 ആണ്ട് വാഴുന്ന സമയത്ത് ഈ നഗരം ഭൂമിക്ക് മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവര് ഒരു സമസ്യയ്ക്ക് സമാധാനവും കൂടെ, സമസ്യയ്ക്ക് ഒരു പരിഹാരവും കൂടെ കാണുവാനാണ് അങ്ങനെ പറയുന്നത്. എന്ന് വെച്ചാൽ ചിലരൊക്കെ ചോദിക്കുമല്ലോ, നമ്മുടെ ഇടയിലും ചോദിച്ചിരുന്നല്ലോ,
1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എവിടെയായിരിക്കും എന്നൊക്കെ. ദൈവസഭ, ഉയർത്തെഴുന്നേറ്റ രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാർ. അപ്പം ഇത് ഒരു ഹാങ്ങിങ് സിറ്റി ആയിട്ട് ഇങ്ങനെ കിടക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് അതിനുത്തരം കണ്ടെത്താൻ എളുപ്പമാണ്. ഭൂമിയുടെ തൊട്ട് മുകളിൽ ഇങ്ങനെ കിടക്കും, അപ്പൊ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും വരാനും ഒക്കെ എളുപ്പമാണ്. ഇപ്പം നമ്മൾ വല്ല വീടോ മറ്റോ നോക്കുകയാണെങ്കിൽ ജോലിക്ക് പോകാൻ സൗകര്യമുള്ള റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ, എയർപോർട്ട് എന്നിങ്ങനെയൊക്കെയുള്ള നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ട് സൗകര്യമുള്ള സ്ഥലത്താണല്ലോ നോക്കുന്നത്. അപ്പൊ താമസവും സ്കൂളും കോളേജും ചർച്ചും ഓഫീസും ഒക്കെ കൂടെ ഒരു വലിയ ദൂരമില്ലാത്ത ഒരു സ്ഥലത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലെ യേശുക്രിസ്തു ഭൂമിയിൽ 1000 ആണ്ട് വാഴുമ്പോൾ അതിന് തൊട്ട് മുകളിൽ ഈ പട്ടണം ഇങ്ങനെ തൂങ്ങിക്കിടന്നാൽ പോകാനും വരാനും നമുക്കൊക്കെ പോകാനും വരാനും ഒക്കെ എളുപ്പമാണെന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് അങ്ങനത്തെ ഒരാശയം വന്നത്. പക്ഷേ അന്ന് നമ്മൾ ഈ ശരീരത്തിലല്ലായിരിക്കും എന്നതുകൊണ്ട് തൊട്ടു മുകളിൽ കിടക്കുന്ന നഗരത്തിൽ പോകാനായാലും അല്ല അങ്ങ് കുറെ ദൂരെ പിതാവായ ദൈവത്തിൻ്റെ ഈ സ്വർഗീയ ഭവനത്തിൽ പോകാനായാലും നമുക്ക് സമയമൊക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെ. അതുകൊണ്ട് വിശുദ്ധന്മാരെ 1000 ആണ്ട് വാഴ്ചക്കാലത്ത്, ഉയർത്തെഴുന്നേറ്റ രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാരെ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് പാർപ്പിക്കുവാൻ ഈ പട്ടണത്തെ നമുക്ക് കെട്ടിത്തൂക്കിയിടേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. അപ്പോ ഈ നഗരത്തിന് ഇതുപോലെയുള്ള വിവിധമായ പേരുകൾ നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. പുതിയ യെരൂശലേം, അത് ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമാണ്. സ്തോത്രം. വിവിധ പേരുകൾ അതിനുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമുക്ക് താഴോട്ട് പോകുമ്പോൾ കിട്ടും. സ്തോത്രം. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇതിൽ ആരൊക്കെയാണ് പാർക്കുന്നത്, ഇതിൻ്റെ സൈസ് എന്താണ്, ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇതിൻ്റെ സൃഷ്ടി എങ്ങനെയാണ്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രികൾ എന്തെല്ലാമാണ്, അവിടെ എന്തൊക്കെ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സ്തോത്രം. അപ്പം അങ്ങനെയുള്ള പല പേരുകളും കാര്യങ്ങളുമൊക്കെ നമുക്കിവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. എബ്രായ ലേഖനം തന്നെ 13-14 വാക്യം കൂടെ വായിച്ചോളൂ. 13-14 ഹീബ്രൂസ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. നിലനിൽക്കുന്ന നഗരം. സ്തോത്രം. A persistent, a consistent, or a permanent, immovable, indestructible city. സ്തോത്രം. Or a coming Jerusalem, a coming city, വരുവാനുള്ള നഗരം. ഇളകിപ്പോകാത്തത് എന്നൊക്കെ നമ്മൾ എബ്രായർ 12 അവസാന വാക്യങ്ങളിലും 2 പത്രോസ് 3:10 തൊട്ടുള്ള വാക്യങ്ങളിലുമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. സ്തോത്രം. അപ്പോൾ സുസ്ഥിരമായി നിൽക്കുന്ന ഒരു നഗരം, മാറ്റമില്ലാത്ത ഒരു നഗരം. ഇപ്പൊ പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേമും ഇതിനൊന്നിനും മാറ്റമില്ല. നശിക്കാത്തത്, അനശ്വരമായത്. സ്തോത്രം. അനശ്വരമായത്. അതാണ് നാം ഇവിടെ കാണുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും നാം നോക്കുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ വിവരണം 21-22 അധ്യായങ്ങളിലാണ്. Even though we have some references about its name or its status
in different references, different parts and different books of the Bible, a clear depiction as of now available in Revelation 21 and 22. അതുകൊണ്ട് അവിടേക്കാണ് നാം നോക്കുന്നത്. സ്തോത്രം. ഇവിടെ 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കണ്ടതുപോലെ ഇന്നത്തെ ലോകം, ഇന്നത്തെ പ്രപഞ്ചം, സാത്താൻ, മത്സരം, പാപം, മ്ലേച്ഛതകൾ, മരണം എന്നിങ്ങനെയുള്ള സകലവും നീക്കപ്പെടുന്നു. അങ്ങനെയുള്ള എല്ലാം നീക്കപ്പെടുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സഭ ഇതിനോടകം എടുക്കപ്പെട്ടു കഴിഞ്ഞു. വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ, വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ഇന്നുള്ള സകലവും അവസാനിക്കുകയാണ്. പാപലോകവും സാത്താന്റെ മത്സരവും സാത്താൻ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളും എല്ലാം അവസാനിക്കുന്നു. അവയ്ക്കെല്ലാം ദൈവം അന്തം കുറിക്കുന്നു. അതിനെ എല്ലാം നീക്കിയതിന് ശേഷമാണ് ഈ പുതിയ യെരൂശലേം കർത്താവ് സ്ഥാപിക്കുന്നത്. സ്തോത്രം. പുതിയ യെരൂശലേം കർത്താവ് സ്ഥാപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇനിയും നാം നോക്കുന്നത്, who are the occupants on this city? ഈ പട്ടണത്തിൽ, ഈ പുതിയ യെരൂശലേമിൽ ആരൊക്കെ ഉണ്ടായിരിക്കും അവിടെ? നമുക്ക് ഈ 2 അധ്യായങ്ങളിലാണ് കാണാൻ സാധിക്കുക. 21-3 മുതൽ ഉള്ള വാക്യങ്ങളിൽ, verses from 3 of chapter 21, we can see who all will be the occupants of this city. ഏറ്റവും പ്രധാനമായി ഈ പട്ടണത്തിൽ, ഈ നഗരത്തിൽ ആരാണുള്ളത്? മണവാട്ടി. അതിനേക്കാൾ പ്രധാനമായിട്ട് മണവാളൻ. സ്തോത്രം. നമുക്ക് ത്രിയേക ദൈവമെന്ന് അങ്ങ് പറയാം. The triune God. The triune God. Specifically, these 2 chapters speak that God the Father is there. 21 verse 3, 21-ന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അഥവാ ദൈവം അവരോട് കൂടെ വസിക്കും. അവരോട് കൂടെ വസിക്കും. പിന്നെ അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. സ്തോത്രം. ഇവിടെ നാം കാണുന്നത് ദൈവം. ആ ദൈവം എന്നതിനകത്ത് ബൈബിൾ ദൈവം എന്ന് പറയുമ്പോൾ 2 അർത്ഥങ്ങളിൽ നാം മനസ്സിലാക്കണം. When Bible speaks about God, we have 2 connotations specifically. One is the very being of God, that is the triunity. And in some places, God refers to the Father. ബൈബിൾ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രിയേക ദൈവം എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം ബൈബിൾ പ്രസ്താവിക്കുന്ന ദൈവം ത്രിയേകത്വമുള്ളവനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, അല്ലെങ്കിൽ 2 തൊട്ട് 1 തൊട്ടങ്ങ് വായിച്ചു. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു.
നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. See verses 1 and 3 of chapter 22. 22-ന്റെ 1-ാം വാക്യവും 3-ാം വാക്യവും കണ്ടോ? അവിടെ ദൈവം എന്ന് പൊതുവെ പറയാതെ പിതാവിന്റെ സിംഹാസനവും കുഞ്ഞാടായ ക്രിസ്തുവിന്റെ ദൈവപുത്രന്റെ സിംഹാസനവുമെന്ന് വേറെ വേറെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എടുത്തു പറയാം, ഒന്നാമത് ദൈവം. ആ ദൈവം എന്നതിൽ ത്രിയേകത്വം നമുക്ക് കണ്ടെത്താം. ത്രിയേക ദൈവം അവിടെയുണ്ട്. അതിനെ വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുകയാണ്, പിതാവിന്റെ സിംഹാസനം അവിടെയുണ്ട്, കുഞ്ഞാടിന്റെ സിംഹാസനം അവിടെയുണ്ട്. അപ്പം വേറെ വേറെയും ഒരുമിച്ചും നമുക്ക് കാണാൻ കഴിയുന്നത് സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, സ്വർഗത്തിലെന്ന് പറഞ്ഞാൽ ഇതാണല്ലോ സ്വർഗം. ഈ പുതിയ യെരൂശലേമാണല്ലോ ദൈവം മനുഷ്യരോടുകൂടെ നിത്യം വസിക്കുന്ന ഇടം. അതുകൊണ്ട് നമുക്കതിനെ സ്വർഗമെന്ന് വിളിക്കുന്നതിലും തെറ്റില്ല. അപ്പോൾ ഇവിടെ ആരാണ് വസിക്കുന്നത്? ദൈവം, ത്രിയേക ദൈവം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ട കാര്യമാണല്ലോ. ഒരുപക്ഷെ മറന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഒന്നും കൂടെ വായിച്ചാട്ടെ. 1 verse 4 റെവലേഷൻ. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. കണ്ടോ? അവിടെ നമുക്ക് പിതാവ്, പരിശുദ്ധാത്മാവ്, പുത്രൻ എന്ന ഒരു സീക്വൻസ്, എന്ന ഒരു ക്രമമാണ് ലഭിക്കുന്നത്. നമ്മളത് പഠിച്ചിട്ടുള്ളത്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ പിതാവായ ദൈവം. അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കൾ. ഇപ്പൊ പരിശുദ്ധാത്മാവിനെ നാം എപ്പോഴും കാണുന്നത് ദൈവസിംഹാസനത്തോട് ചേർന്നാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സിംഹാസനം എന്ന് എടുത്തു പറഞ്ഞില്ലെങ്കിൽ കൂടെ അവിടെ നമുക്ക് ത്രിയേക ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാം, അറിയാം. 4-ാം അധ്യായത്തിലും അങ്ങനെ തന്നെയാണ്. ദൈവസിംഹാസനത്തോട് ചേർന്ന് ദൈവാത്മാക്കളായ 7 കണ്ണുകൾ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവസിംഹാസനത്തോട് ചേർന്ന് എപ്പോഴും ഉണ്ട്. അപ്പോൾ ത്രിയേക ദൈവം അവിടെയുണ്ട്. എടുത്തു പറഞ്ഞിരിക്കുന്നു, പിതാവ് അവിടെയുണ്ട്, പുത്രൻ അവിടെയുണ്ട്. ഉണ്ടെനിക്കായി ഒരു മോക്ഷവീടേ എന്ന പാട്ടിനകത്ത് നമ്മൾ ഈ ഒരു സ്റ്റാൻസ പാടാറുണ്ടല്ലേ. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവ ദൂതരുണ്ട്. സ്തോത്രം. നമ്മൾ സാധാരണ പറയുന്നത് പോലെ നേരത്തെയൊക്കെ ദൈവദാസന്മാർ, ദൈവമക്കൾ, ദൈവദാസിമാർ പാട്ടുകളൊക്കെ എഴുതുമായിരുന്നത് തികച്ചും തിരുവെഴുത്തുകളിൻ പ്രകാരമുള്ളതായിരുന്നു. ഇപ്പോഴാണ് വളരെ വിചിത്രമായ രീതികളിലൊക്കെ പാട്ടുകൾ ഉണ്ടാകുന്നത്. വെറുതെ അവിടുന്നും ഇവിടുന്നും ഒക്കെ എടുത്ത് ഓരോ വാക്കുകളും ഫ്രേസുകളും ഒക്കെ വെച്ച്. ഇപ്പോൾ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ പാട്ടിലാണ് ഉണ്ടെനിക്കായി ഒരു മോക്ഷവീട്, അവിടെ ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. അത് തന്നെയാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ത്രിയേക ദൈവമുണ്ട്, എടുത്തു പറഞ്ഞിരിക്കുന്നു, പിതാവുണ്ട്, പുത്രനുണ്ട്. പിതാവിൻ്റെയും പുത്രന്റെയും സിംഹാസനം അവിടെ ഉണ്ടെന്നാണ് നാം 22-ാം അധ്യായത്തിൽ കണ്ടത്. സോ വി ക്യാൻ സമ്മറൈസ് ദാറ്റ് ഇൻ ദിസ്
holy city of God, the inhabitants, first of all, the triune God. When the Bible speaks about God, it mostly speaks about the triunity. In some cases, it denotes the Father. So the triune God is there. Then in chapter 22, we have seen from verses 1 and 3 that the thrones of the Father and the Lamb of God are there. Okay. പിന്നെ അവിടെ ആരുണ്ട്? സ്തോത്രം. പുത്രന്റെ കാര്യം നമ്മൾ അവിടെ കണ്ടല്ലോ. കൂടാതെ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴും 4-ാം അധ്യായത്തിൽ മുഴുവനും നമുക്ക് പിതാവിനെ കാണാം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുത്രനെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും വീണ്ടും നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആവർത്തിക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ എടുത്തു പറഞ്ഞിരിക്കുന്നത് 14:13, 14-13 വാക്യം. And I heard a voice from heaven saying, "Write this, blessed are the dead who die in the Lord from now on. Blessed indeed, says the Spirit, that they may rest from their labors, for their deeds follow them." Also 22:17, 22-17 കൂടെ. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. ആത്മാവിനെയും നമുക്ക് അവിടെ കാണാം. ഇവിടങ്ങളിൽ പരിശുദ്ധാത്മാവിനെ, അപ്പൊ 1:4 നമ്മൾ ആത്മാവിനെ കണ്ടു. ഓക്കെ. 4-ാം അധ്യായത്തിന്റെയും 5-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാം. 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അപ്പൊ ഇവിടെയെല്ലാം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ ഒരുമിച്ചും വേറെ വേറെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. ഒരുമിച്ചും വേറെ വേറെയുമായി നമുക്ക് കാണാം. ഇനിയും ഈ നഗരത്തിൽ ആരുണ്ട്? അവിടെയാണ് മണവാളനും എല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ അടുത്തത് മണവാട്ടി. All the elect ones, all the saints of all times, സകല വിശുദ്ധന്മാരും, സ്തോത്രം, സകല വിശുദ്ധന്മാരും ഈ പട്ടണത്തിലുണ്ട്. Hebrews 12:22, എബ്രായർ 12:22. സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും. നമ്മൾ എവിടെയാ വന്നിരിക്കുന്നതെന്ന് ഭക്തൻ പറയുകയാണ്. സ്വർഗീയ യെരൂശലേമിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് 2 പ്രയോഗങ്ങൾ എന്തൊക്കെയാ? സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ എന്ന് വെച്ചാൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരൊക്കെ ഈ പട്ടണത്തിലുണ്ട്. 21-27 കൂടെ, 21-27. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവർ അല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. അപ്പോൾ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവരെല്ലാം ഇവിടെ കടക്കും. അത് പഴയ നിയമ വിശുദ്ധന്മാരായാലും പുതിയ നിയമ വിശുദ്ധന്മാരായാലും. അതുകൊണ്ടാണ് സെയിൻസ് ഓഫ് ഓൾ ടൈംസ് എന്ന് നമ്മൾ പറഞ്ഞത്. സ്തോത്രം.
the victors, the overcomers will be there in this city. സ്തോത്രം. നാം അത് 5-ന്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം നാം നോക്കുന്നെങ്കിൽ സ്വർഗീയ യെരൂശലേമിൽ കാണപ്പെടുന്ന പ്രവേശിക്കുന്ന കൂട്ടരാണ് വിശുദ്ധന്മാർ. അടുത്തതാണ് the holy angels. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ ഉണ്ട്. അനേകായിരം ദൂതന്മാരുടെ സർവസംഘം. സ്തോത്രം. So in this city there will be angelic beings. That means the holy angels of God. വിശുദ്ധ ദൂത സംഘവും ഇവിടെ ഉണ്ടായിരിക്കും, ഈ പട്ടണത്തിൽ ഉണ്ടായിരിക്കും. സ്തോത്രം. വിശുദ്ധ ദൂത സംഘം. 5-ന്റെ 11-ാമത്തെ വാക്യത്തിലും നമുക്കത് കാണാം. ഏറിയ ദൂതന്മാരുടെ ശബ്ദം അവരുടെ കൊയറാണത്. ദൂതന്മാരുടെ ഗായക സംഘം. സ്തോത്രം. നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത് പാവം ദൈവത്തിന് പാട്ട് കേൾക്കാൻ കൊതിയ, അതിനുവേണ്ടി സൃഷ്ടിച്ചാക്കിയ ഒരുത്തനുണ്ടായിരുന്നു, അവൻ അവിടെ നിന്ന് അതെല്ലാം പറിച്ചുകൊണ്ട് പോരുന്നു. പിന്നെ തമ്പുരാൻ മണ്ണുകൊണ്ട് നമ്മളെങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക പാട്ടുപാടാൻ, ആരാധിക്കാൻ എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ ഇടയിലുണ്ട്, പ്രസംഗങ്ങളുണ്ട്. ഈ ദൂതന്മാരെല്ലാവരും കർത്താവിനെ പാടുന്നു. പ്രത്യേകിച്ച് കർത്താവിനെ പാടി സ്തുതിക്കുന്ന കൂട്ടരെയും നമുക്ക് കാണാം. സാത്താനും അവന്റെ സംഘവും ഒക്കെ മത്സരികളായി മാറിയത് കൊണ്ട് ദൈവത്തിന് ആരാധനയ്ക്ക് കുറവോ ഒന്നുമില്ല. നമുക്കറിയാമല്ലോ, യെശയ്യാ 6-ാമത്തെ അധ്യായത്തിൽ സെറാഫീംസ്, സാറാഫുകൾ ദൈവത്തെ സ്തുതിച്ചു വാഴ്ത്തുകയാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. So these angelic beings are there, innumerable. Even though Lucifer and his group were suspended from or terminated from heaven, whom we often call the choir leader, there is no lacking in heavenly realm for singers of God's glory. Even in Isaiah 6, also in Revelation 4 and 5, we see even the cherubims, the 4 creatures, they also sing unto the Lord. They also cry out, our God is holy, holy, holy. യെശയ്യാ 6-ാമത്തെ അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 4-ഉം 5-ഉം അധ്യായങ്ങളിലും നാം കാണുന്നു സാറാഫുകളും കെരൂബുകളും ദൈവത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ച് ഇടതടവില്ലാതെ പാടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ഒരു പാട്ട് മാത്രമേ പാടാൻ ഒക്കാതെ ഉള്ളൂ. നമുക്കറിയാം, വീണ്ടെടുപ്പിന്റെ പാട്ട്. The song of redemption they are unable to sing because it was not for them. It was not for them. As we read from Hebrews chapter 2 verses from 16, it was not for the angels Christ came, but to redeem
the seed of or the sons of Abraham. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല യേശു വന്നതെന്ന് എബ്രായർ 2:16 മുതൽ നമ്മൾ കാണുന്നു. അതുകൊണ്ട് വീണ്ടെടുപ്പിന്റെ പാട്ട് പാടാൻ ദൂതന്മാർക്ക് കഴിയുകയില്ല. നമ്മളത് പാടാറുണ്ടല്ലോ, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിൺദൂതർക്കും പാടാൻ അസാധ്യമേ അത്. സ്തോത്രം. എന്നാലും അവർക്ക് അതിൽ പങ്കാളികളാകാം. വെളിപ്പാട് 5 നാം കാണുന്നത് പോലെ ഞങ്ങളെ വീണ്ടെടുത്തു എന്ന് പറയാതെ അവരെ വീണ്ടെടുത്തു എന്നവർക്ക് പാടാം. അതല്ലേ നമ്മൾ 5-ാം അധ്യായത്തിൽ കാണുന്നത്. നീ അറുക്കപ്പെട്ടു, കുഞ്ഞാടെ പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഇത് പാടാൻ ദൂതന്മാർക്കും പറ്റും. അവരെ തേർഡ് പേഴ്സണില്ല, ഞങ്ങളെ നല്ല. പക്ഷെ നമ്മൾ പാടുന്നതോ അവരെ നല്ല, എന്നെ, ഞങ്ങളെ എന്ന നിലയില്ല. സ്തോത്രം. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്ന് നമുക്ക് പാടാൻ പറ്റും. അത് ദൂതന്മാർക്ക് സാധ്യമല്ല. എന്നാൽ ഇവിടുത്തേതുപോലെ ദൂതന്മാർക്ക്, സാറാഫുകൾക്ക്, കെരൂബുകൾക്കൊക്കെ പാടാം. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ വിവിധ ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി നിന്റെ പിതാവിന് അവരെ രാജാക്കന്മാർ അല്ലെങ്കിൽ രാജ്യവും പുരോഹിതന്മാർ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പാടാൻ പറ്റും. അപ്പൊ നമ്മുടെയും അവരുടെയും പാട്ടിന്റെ വ്യത്യാസം അത്. സ്തോത്രം. ദൂതന്മാരോടൊപ്പം നാം പാടുകയായിരിക്കില്ല, നമ്മോടൊപ്പം അവർ പാടാൻ ശ്രമിക്കുകയായിരിക്കും. സ്തോത്രം. നമ്മൾ നേരത്തെയും പറഞ്ഞ കാര്യമാണ്, ആവർത്തിക്കുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മൾ പാടുന്ന പല പാട്ടുകളും, ഈവൻ പ്രത്യാശയുടെ ഗാനങ്ങൾ പോലും നമുക്ക് സ്വർഗത്തിൽ ചെന്ന പിന്നെ പാടാൻ ഒക്കത്തില്ല. മുമ്പ് നമ്മൾ പറഞ്ഞ ഉണ്ട് എനിക്കായൊരു മോക്ഷ വീട്, ഇപ്പൊ പാടാം, ഇപ്പോൾ പാടുമ്പോൾ സന്തോഷമാണ്. പക്ഷെ അവിടെ ചെന്ന് പാടാൻ ഒക്കത്തില്ല. അവിടെ ചെന്ന് പാടുന്ന പാട്ട് ദൈവസ്നേഹത്തിൻ്റെ പാട്ട്, ദൈവമഹത്വത്തിൻ്റെ പാട്ട്. അതും എല്ലാം ക്രോസ് സെൻറ്റേഡ്, ക്രൈസ്റ്റ് സെൻറ്റേഡ്, ക്രിസ്റ്റോസെൻട്രിക്, ക്രിസ്തു കേന്ദ്രീകൃതമായ, ക്രൂശ് കേന്ദ്രീകൃതമായ, വീണ്ടെടുപ്പ് കേന്ദ്രീകൃതമായ, ദൈവത്തിൻ്റെ പരിശുദ്ധി കേന്ദ്രീകൃതമായ ഗാനങ്ങളായിരിക്കും. സ്തോത്രം. അപ്പൊ ദൂതന്മാർ അവിടെ ഉണ്ട്, ദൂതന്മാരുണ്ട് അവിടെ. അപ്പോൾ ത്രിയേക ദൈവമുണ്ട്. സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുകൾ ചേർക്കപ്പെട്ടിരിക്കുന്ന സകല വിശുദ്ധന്മാരുമുണ്ട്, ദൂതന്മാരുണ്ട്. ആ ദൂതന്മാരിൽ നമ്മൾ കണ്ടു സാറാഫുകളുണ്ട്, കെരൂബുകളുണ്ട്. സ്തോത്രം. ഗബ്രിയേല്, മിഖായേല് തുടങ്ങിയ ദൂതപ്രമുഖന്മാരുമുണ്ട്. So all these angels are there, including Michael and Gabriel, seraphims and cherubims. And there are other angelic beings who are innumerable in number, who cannot be numbered. എണ്ണി തീർക്കാൻ കഴിയാത്ത, സംഖ്യ പറയാൻ ഒക്കാത്ത ദൂതന്മാരുടെ വലിയൊരു സംഘം അവിടെ ഉണ്ട്. ഗബ്രിയേലും മിഖായേലും ഒക്കെ ഉണ്ടെന്നുള്ളതിന് റെഫറൻസ് ഒന്നും വേണ്ടല്ലോ.
സ്തോത്രം. ഗബ്രിയേൽ വെളിപ്പാട് 12:7, റെവലേഷൻ 12:7, മീഖായേൽ, പ്രധാന ദൂതനായ മീഖായേൽ സ്വർഗത്തിൽ വെച്ച് അല്ലെങ്കിൽ ആകാശത്തിൽ വെച്ച് സാത്താനോടും അവന്റെ കൂട്ടരോടും യുദ്ധം ചെയ്യുന്നു. അതുപോലെ ഗബ്രിയേൽ അവിടെ ഉണ്ട് എന്ന് മത്തായി 1:20, മാത്യു 1:20. വേറെയും വാക്യങ്ങളുണ്ട്, ഓരോ വാക്യങ്ങൾ തരുന്നേ ഉള്ളൂ. മറിയോടും യോസേഫിനോടുമൊക്കെ ഗബ്രിയേൽ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിൽക്കുന്ന ദൂതൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ്. പിന്നെ വെളിപ്പാട് 4-5 അധ്യായങ്ങളിലാണ് 4 ജീവികളെ നാം കാണുന്നത്. അത് കെരൂബുകളാണ്. യെശയ്യാ 6 അധ്യായത്തിലാണ് സാറാഫുകളെ കാണുന്നത്. അപ്പോൾ ഇവരെല്ലാവരും അവിടെയുണ്ട്. Then we see in chapter 4 of Revelation 24 elders, 24 മൂപ്പന്മാർ. അതും വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ പെടുന്നതാ. വേറെയായിട്ട് പറയണം എന്ന് ഇല്ല, എങ്കിലും നമ്മൾ അങ്ങ് എടുത്തു പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇസ്രായേലിൽ നിന്നും ജാതികളിൽ നിന്നും ഒക്കെ വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ അവിടെയുണ്ട്. ദൈവത്തിൻ്റെ സഭ അവിടെ ഉണ്ട്. സ്തോത്രം. ഓൾ ദ റെഡീംഡ്. ഇങ്ങനെ പ്രധാനമായി നമുക്ക് 3 കൂട്ടരായിട്ട് തന്നെ തിരിക്കാം. ദൈവം, ദൂതന്മാർ, വിശുദ്ധന്മാർ, മനുഷ്യർ. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 കൂട്ടർ. ദൂതന്മാരിൽ വീണ്ടും പല വിഭാഗങ്ങളുണ്ട്, അവരെല്ലാം ഉണ്ട് അവിടെ. വിശുദ്ധന്മാരിലും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ അബ്രഹാമിന് മുമ്പുണ്ടായിരുന്ന വിശുദ്ധന്മാർ, അബ്രഹാമിന് ശേഷം ഉള്ളവർ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ നിയമ കാലവിശുദ്ധന്മാർ, പിന്നെ പഴയ നിയമ വിശുദ്ധന്മാരെ കൂടാതെ ഇസ്രായേലിൽ നിന്നുള്ള, പുതിയ നിയമകാലത്തുമുള്ള ഇസ്രായേലിൽ നിന്നുള്ളവർ, അത് മഹാപീഡന കാലത്തുമുള്ള ഇസ്രായേലരെന്ന് വേണമെങ്കിൽ പറയാം. മഹാപീഡനകാല വിശുദ്ധന്മാർ. ഇങ്ങനെ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ അവരെ നമുക്ക് വീണ്ടും വകതിരിക്കാം എന്നേ ഉള്ളൂ. അതെല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് ഈ പ്രധാനപ്പെട്ട 3 കൂട്ടർ അവിടെ ഉണ്ടായിരിക്കും. സ്തോത്രം. എന്നാൽ അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത മനുഷ്യർ, ഇത് ആർക്കു വേണ്ടിയും കൂടെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതാണ്. This holy city of New Jerusalem should be understood in contrast to 2 other places. This holy city of New Jerusalem is made in contrast to 2 other places. One, the lake of fire, and the other one, the city of Babylon. ഈ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെ നമുക്ക് വേറെ 2 സ്ഥലങ്ങളുടെ വൈപരീത്യത്തിൽ കാണണം. ഒന്ന്, സാത്താനും അവന്റെ കൂട്ടർക്കും വേണ്ടി ദൈവം ഒരുക്കിയ അഗ്നിപ്പൊയ്ക, തീപ്പൊയ്ക, നരകം. മറ്റൊന്ന്, ഇതിന് തൊട്ട് മുമ്പുള്ള അധ്യായങ്ങളിൽ 17ഉം 18ഉം അധ്യായങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മാനുഷികമായ ഒരു കെട്ടുപണി, ദൈവത്തോട് മത്സരിച്ച് പണിത, എല്ലായ്പ്പോഴും
ദൈവത്തോടുള്ള മത്സരത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന ബാബിലോണ്യ നഗരം. ഇതിന് രണ്ടിനും വിപരീതമായി വേണം നാം ദൈവത്തിന്റെ പട്ടണമായ വിശുദ്ധ നഗരമായ പുതിയ യെരൂശലേമിനെ കാണുവാൻ. സ്തോത്രം. അപ്പോൾ ഈ പട്ടണത്തിലേക്ക്, അവിടേക്ക് പ്രവേശിക്കുന്നവരുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി അതിലേക്ക് പ്രവേശിക്കാൻ ഒക്കാത്തവരെ കുറിച്ച് കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? പുതിയ വാനഭൂമിയിൽ ഈ നഗരത്തിൽ അല്ലാതെ അതിന് വെളിയിൽ ആരെങ്കിലും കാണും? ഉണ്ടാവും. അത് നമ്മൾ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവരെ കാണാം. ശരി, ഓക്കെ. സ്തോത്രം. മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ പുതുവാന ഭൂമികളിലും ഈ വിശുദ്ധ നഗരമെന്ന യെരൂശലേമിലും പുതിയ യെരൂശലേമിലും പ്രവേശിപ്പാനുള്ള ഒരുക്കത്തോടെ നമുക്ക് നമ്മുടെ കാലം കഴിക്കാം. തൻ്റെ ചങ്കിലെ ചോരയാൽ നമ്മെ വീണ്ടെടുത്ത കർത്താവ് തന്നോട് കൂടെ നമ്മെ ഇരുത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനോടൊപ്പം നാമും ഇരുന്ന് നിത്യത ആസ്വദിപ്പാൻ നമുക്കിടവരട്ടെ. അതിനായി ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ.